മമ്മിയോട് പറയാൻ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ ഓരോന്ന് പറയുമ്പോൾ മമ്മി കരയും. എനിക്കത് കാണുമ്പോൾ വിഷമമാകും. അതുകൊണ്ടാ പിന്നെ ഞാൻ എൻ്റെ വിഷമങ്ങൾ മമ്മിയോട് അങ്ങനെ പറയാറില്ല. കൂട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ ഒറ്റമോളായതുകൊണ്ട് മമ്മിയും പപ്പയും എന്നെ അതുപോലെ സ്നേഹിക്കുമെന്നാ. പിന്നെ പപ്പ ബിസിനസ്മാൻ ആയതുകൊണ്ട് കാശിനും കുറവില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. അവരൊക്കെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ എന്നെയും വിളിക്കും. പക്ഷെ പപ്പയെ പേടിച്ച് ഞാൻ അവരോട് വരുന്നില്ലെന്ന് പറയും. അപ്പോൾ അവർ പറയാ എനിക്ക് ജാടയാണെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഇച്ചായ. ആ വീട്ടിൽ ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങിയിട്ടില്ല ഇച്ചായ. ഇതുവരെ രാത്രിയിൽ കിടന്നാൽ പോലും ഉറക്കം വരില്ല ഇച്ചായ. ഞാൻ പറയും മമ്മിയോട് ഇതെല്ലാം വീട്ടിൽ പറയാൻ. പക്ഷെ മമ്മി പറയില്ല. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് മമ്മി എന്നോട് പറയും. പിന്നെ മമ്മിക്ക് ജോലിയില്ലല്ലോ. ഞാൻ +2 വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഡിഗ്രിക്കാണ് ഞാൻ മിക്സഡ് കോളേജിൽ പോകുന്നത്. അവിടെ വെച്ചാ ഞാൻ എബിച്ചായനെയും എൻ്റെ പാർവിനെയും പരിചയപ്പെടുന്നത്. പാർവതി, എൻ്റെ പാറു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കോളേജിൽ അവളായിരുന്നു എൻ്റെ ലോകം. നല്ല വെളുത്ത് തുടുത്ത് നിറയെ മുടിയൊക്കെയുള്ള ഒരു കിലുക്കാൻ പെട്ടിയായിരുന്നു അവൾ. ഞാൻ എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും മമ്മി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എൻ്റെ പാറുവിനോടായിരുന്നു. അപ്പോഴാ എബിച്ചായൻ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. കോളേജിൽ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു എബിച്ചായൻ. ഒരു റാഗിങ്ങിനിടയിലാണ് ഞങ്ങൾ എബിച്ചായനെ പരിചയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ മൂന്നും വലിയ കൂട്ടായി. ഞാൻ എബിച്ചായനെ അച്ചായൻ എന്നും അവളെ ഏട്ടായി എന്നും വിളിച്ചു. എബിച്ചായൻ എനിക്ക് അപ്പൂനെയും ആൽബിച്ചായനെയും പോലെയായിരുന്നു. ഞാൻ അങ്ങനെയാ കണ്ടിരുന്നത്. എനിക്കെല്ലാം വാങ്ങിത്തരും. അവൾക്കും കോളേജ് ഡേ വന്നാലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിത്തരും. ഞങ്ങൾക്ക് ശരിക്കും അവിടെ ഫുൾ ഫ്രീഡം ആയിരുന്നു. എബിച്ചായൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പാറൂട്ടി എന്നോട് അവൾക്ക് എബിച്ചായനെ ഇഷ്ടമാണെന്ന് പറയുന്നേ. അവളോട് ഞാൻ ഒരുപാട് പറഞ്ഞു നേരിട്ട് ചെന്ന് പറയാൻ. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. അച്ചായൻ എന്തേലും പറയുമോ, വേറെ ജാതിയും മതമൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും തുറന്നു പറഞ്ഞില്ല. പാറു അവളുടെ വീട്ടിൽ ചെല്ല കുട്ടിയായിരുന്നു. അച്ഛൻ വേണുവെങ്കില്, അമ്മ സുധാമ. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു സുധാമയ്ക്ക്. അതിന് അവൾ എപ്പോഴും എന്നോട് ഓരോന്ന് പറയും. അവളേക്കാൾ സുധാമയ്ക്ക് എന്നെയാ ഇഷ്ടമെന്നൊക്കെ പരിഭവം പറയും. പക്ഷെ അവൾക്കതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നെ ചുമ്മാ വഴക്കുണ്ടാക്കാനാ ഓരോന്ന് പറയാ. അവൾക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു, വിഷ്ണുചേട്ടൻ. വിഷ്ണുചേട്ടൻ്റെ ജോലിയിലാണ് അവർ കഴിഞ്ഞു പോയിരുന്നത്. ചേട്ടനങ്ങ് ദുബായിലാ. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ എബിച്ചായൻ അവളെ സ്വീകരിക്കുമോ എന്ന് അവൾക്ക് നല്ല പേടിയായിരുന്നു. ഞാനും എബിച്ചായനും തമ്മിലുള്ള ബോണ്ടിങ് വെച്ച് കോളേജിൽ എല്ലാവരും പറഞ്ഞത് ഞാനും അച്ചായനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ. കുറേയൊക്കെ ഞങ്ങൾ തിരുത്താൻ നോക്കി. പക്ഷെ ആരുടെയും വാ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പറയട്ടെ എന്നായി ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും അറിയായിരുന്നു ഞങ്ങളുടെ ബന്ധം എന്താണെന്ന്. അങ്ങനെ 3 വർഷം കടന്നുപോയി. അച്ചായൻ അവിടെ തന്നെ PGക്കും ചേർന്നു. അന്നാ ദിവസം ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ എബിച്ചായൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ ഇച്ചായൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൻ്റെ പുറകോശത്തേക്ക് ചെല്ലുന്നത്. അന്നാ ഇച്ചായൻ എന്നെ കണ്ടതും. മോളെ, എന്താ അച്ചായ? അത് മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണേലും അച്ചായൻ പറയ്, എന്തിനാ ഈ ഫോർമാലിറ്റിയൊക്കെ? അത് മോളെ, ഞാൻ പറയുമ്പോൾ അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എബിച്ചായൻ എന്താ ഉദ്ദേശിക്കുന്നേ? അത് മോളെ, എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ്. ആരെയാ അച്ഛനെ ഇഷ്ടം? അത് മോളെ, ദേ മനുഷ്യ, പേടിപ്പിക്കാതെ അങ്ങോട്ട് കാര്യം പറയും. അത് പാർവതി, പാറു, നമ്മുടെ പാറുവിനെയാ. സത്യമാണോ അച്ഛൻ പറയുന്നേ? അതേ മോളെ, എനിക്ക് അവളില്ലാതെ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ആ ഉണ്ടപ്പക്രുവിനെ. അച്ചായ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? അതേ മോളെ, പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാകുമോ? അച്ചായൻ എന്തൊക്കെയാ പറയുന്നേ? അച്ചായനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഞാൻ വേറെ ജാതിക്കാരനല്ലേ? എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, അവൾക്ക് അച്ചായനെ ഇഷ്ടമാ. എന്താ നീ പറഞ്ഞേ? സത്യ അച്ചായ, അവൾ പറഞ്ഞതെല്ലാം ഞാൻ അച്ചായനോട് പറഞ്ഞതും അച്ചായൻ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓവച്ചായ, സത്യ. എങ്കിൽ നാളെ തന്നെ ഞാൻ പറയും ആ വായാടിയോട് എൻ്റെ പ്രണയം. ഈ പെങ്ങടെ വക എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇതാ ഇച്ചായനൊക്കെ കണ്ടത്. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മോളെ, ഞാൻ സോറി മോളെ, ഇച്ചായനൊന്നും അറിഞ്ഞില്ലടി. അവന്മാർ പറഞ്ഞതാ എല്ലാം തെറ്റിദ്ധാരണകളായിരിക്കുമെന്ന്. പക്ഷെ നിന്നോടുള്ള സ്വാർത്ഥതയിൽ എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. റിച്ചി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല ഇച്ചായ. എബിച്ചായനോട് സംസാരിച്ചു കഴിഞ്ഞതിൽ പിന്നെ പാറുവിനെ ഞാൻ കണ്ടിട്ടില്ല. വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു.
വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒരുപാട് വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് എനിക്ക് പപ്പയുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. തിങ്കളാഴ്ച അവൾ കോളേജിലേക്ക് വന്നില്ല. എബിച്ചായനോട് ചോദിച്ചപ്പോഴും അറിയില്ല എന്നായിരുന്നു ഉത്തരം. എബിച്ചായനും ഒരുപാട് അന്വേഷിച്ചു. ഞാൻ അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. പക്ഷെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സുധാമ്മയുടെ ഫോണിലും വിളിച്ചു. കോള് പോകും, എടുക്കില്ല. പിന്നെ അവളില്ലാത്ത കോളേജിൽ എനിക്കും പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോകില്ലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എക്സാം ആയി. ഞങ്ങൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് എബിച്ചായന് ലീവായിരുന്നു. പിന്നെ ഞാൻ എബിച്ചായനെയും കണ്ടില്ല. അപ്പോഴേക്കും കോളേജ് ഫുൾ ആരോ പറഞ്ഞുണ്ടാക്കി ഞാനും അച്ചായനും തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന്. ഞാൻ എബിച്ചായനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് നോക്കി. പക്ഷെ ആ ഫോണും ഓഫായിരുന്നു. 3 മാസമായി ചായ എൻ്റെ പാറുവിനെയും എബിച്ചായനെയും ഞാൻ കണ്ടിട്ട്, അവരോട് സംസാരിച്ചിട്ട്. എനിക്കവരെ എവിടെയാന്ന് പോലും അറിയില്ല. മമ്മിക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. അവൾ പറഞ്ഞു കഴിഞ്ഞതും റിച്ചി അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. സോറി മോളെ, ഇച്ചായനോട് നീ ക്ഷമിക്കില്ലേ? നിന്നോടൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്കപ്പോൾ അതൊന്നും തോന്നിയില്ല മോളെ. കണ്ണീ കണ്ടത് മാത്രമാ സത്യമെന്ന് ഞാൻ കരുതി. അതാ എൻ്റെ കൊച്ചിനെ ഞാൻ മനസ്സിലാക്കാതെ പോയത്. കുഴപ്പമില്ല ഇച്ചായ, അതൊന്നും സാരമില്ല. ഇപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചില്ലേ, എനിക്ക് അതും മതി ഇച്ചായ. എന്നെ ഇനി വേണ്ടെന്ന് വെക്കല്ലേ. എൻ്റെ കൂടെ എപ്പോഴും കാണില്ലേ? കാണും. ഇനി ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കില്ലടി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു. റോഡ് സൈഡിലായി ഇട്ടിരിക്കുന്ന ബെഞ്ചിൽ പൊന്നുവിൻ്റെ മടിയിൽ തലവെച്ച് കണ്ണടച്ച് കിടക്കുകയാണ് റിച്ചി. പൊന്നു അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂട്ടാ. റിച്ചി കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. ഓ സോറി ഇച്ചായ. നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു. നീ എൻ്റെ കൈ നിരന്ന് വാങ്ങാതിരിക്കുക അല്ലേടി? സോറി, ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാ. ഇനി ഇത് ആവർത്തിച്ച അറിയാലോ എന്നെ. ഇനിയിപ്പോൾ എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല. കേട്ടോടി ഉണ്ടക്കണ്ണി, അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ വേദനിക്കുന്നു. പിടിവിടും പട്ടീച്ചായ. എന്താ വിളിച്ചേ? ഞാനോ? ഞാൻ ഒന്നും വിളിച്ചില്ലല്ലോ. അവൾ നിഷ്കു ചമഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒന്നും വിളിച്ചില്ലേ നീ? അവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തോട്ട് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇച്ചായ എന്ന്. അവൻ്റെ ചുണ്ടിലേക്കുള്ള നോട്ടം കണ്ട് അവൾ പറഞ്ഞു. അല്ലല്ലോ, അതിനു മുൻപ് വേറെന്തോ വിളിച്ചില്ലേ? അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തിനടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. ഇല്ലേ? അവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. വിളിച്ചു. എന്ത്? പട്ടി ഇച്ചായെന്ന്. അവൾ കണ്ണടച്ചുകൊണ്ട് എങ്ങനെയോ വിക്കി പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കവളിൽ നല്ലൊരു കടി കൊടുത്തു. ഇച്ചായ. അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ വിളിച്ചു. പട്ടികൾ കടിക്കാറുണ്ട്. എന്തേ? എൻ്റെ കൊച്ചിന് അതറിയില്ലേ? അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ഉമ്മ വെച്ചു. അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. മോളെ, വീട്ടിൽ പോകണ്ടേ? അവൾ വേണ്ടെന്ന് തലയാട്ടി. അതെന്താ? എനിക്ക് ഇച്ചായൻ്റെ നെഞ്ചിൽ ചൂടേറ്റുറങ്ങിയാൽ മതി. അതും പറഞ്ഞ് അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അതൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം. ഇപ്പം വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഞാൻ വരുന്നില്ല, ഇച്ചായൻ പൊക്കോ. അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇടം കണ്ണിട്ട് അവനെ നോക്കി. അവൻ കൈ മാറിൽ കെട്ടി അവളെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. ശരി, നീ ഇവിടെ ഇരുന്നോ. ഞാൻ ചെന്നിട്ട് ആൽബിയെയും അപ്പുവിനെയും പറഞ്ഞു വിടാം. എന്താ? അവൻ കൈ മാറിൽ കെട്ടിക്കൊണ്ട് നിന്ന് തന്നെ ചോദിച്ചു. വേണ്ട, ഞാൻ വരാം. ആൽബിയും അപ്പുവിനെയും വിളിക്കുമെന്ന് പറഞ്ഞതും കൊച്ചു ഡീസൻ്റായി. ഇച്ചായ. അവൾ കൊഞ്ചിക്കൊണ്ട് അവനെ വിളിച്ചു. എന്താ പെണ്ണേ? എനിക്ക് തട്ടുകടയിലെ ഫുഡ് ഇഷ്ടമാണെന്ന് എങ്ങനെയാ അറിഞ്ഞേ? അവൾ സംശയത്തോട് ചോദിച്ചു. അത് കേട്ടതും റിച്ചി പൊട്ടിച്ചിരിച്ചു. അവൻ ചിരിച്ചത് അവളെ കളിയാക്കുകയാണെന്ന് തോന്നിയ പൊന്നു അവൻ്റെ വയറ്റിലൊരു പിച്ചു കൊടുത്തു. ദേ പെണ്ണെ, അടങ്ങിയിരിക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങരുത്. എല്ലാം കൂടി ഞാൻ ഒന്നിച്ചങ്ങ് തരും. നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വണ്ടി ഓടിച്ച് അവളെ കണ്ണാടിയിൽ കൂടി നോക്കിക്കൊണ്ട് വശ്യമായി ചിരിയോടെ പറഞ്ഞതും അവൾ നാണം കൊണ്ട് അവൻ്റെ മുതുകിലായി തലവെച്ച് ചാരിക്കിടന്നു. പൊന്നൂട്ടാ. ഇച്ചായ. ഞാൻ നിന്നെ കാണാനൊരിക്കൽ നിന്റെ നാട്ടിൽ വന്നായിരുന്നു. അന്ന് നിന്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ നീ ബസ്സിൽ കയറി. ഐ തിങ്ക് അത് നീ പറഞ്ഞതുപോലെ നിന്റെ പാറു ആയിരിക്കണം. കോളേജിൽ അവളാണല്ലോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അന്ന് നിന്നെ കാണാൻ വേണ്ടി ഞാനും ആ ബസ്സിൽ കയറി. നീ ഇരുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തി. അന്ന് നമ്മളിരുന്ന ആ വശത്തായിട്ട് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അന്ന് നീ അവളോട് പറയുന്നത് കേട്ടതാ ഞാൻ. നിനക്ക് ഇവിടുത്തെ ഫുഡ് ഒരുപാട് ഇഷ്ടമാണെന്ന്. പക്ഷെ വീട്ടിൽ പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് വാങ്ങിത്തരില്ലെന്നും. അന്നേ ഞാൻ തീരുമാനിച്ചതാ നിന്നെ സ്വന്തമാക്കി കഴിയുമ്പോൾ നിന്നെയും കൊണ്ടുപോയി അവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന്. അവൻ പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഷർട്ട് നനയുന്നതായിട്ട് അവന് തോന്നി. പൊന്നു. അവൻ വിളിച്ചതും
പക്ഷേ അവളുടെ ഏങ്ങലടി മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. പൊന്നൂട്ടാ, അവൻ വീണ്ടും വിളിച്ചതും നോ റെസ്പോൺസ്. ഡി ഇറങ്ങ, അവൻ വണ്ടി സൈഡിലായി നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ വലിച്ച് അവൻ്റെ മുൻപിലേക്ക് നിർത്തി. അവളുടെ അരയിൽ കൂടി കൈയിട്ട് അവനും അടുത്തേക്ക് ചേർത്തു. പൊന്നൂട്ടാ, അവൻ വിളിച്ചതും അവൾ താഴോട്ട് നോക്കിക്കൊണ്ട് കരയുകയാണ്. മുഖത്തോട്ട് നോക്കടി, അവൻ അവളുടെ അരയിൽ മുറുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൻ്റെ ഒച്ച ഉയർന്നു കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ കരയുന്നേ? അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും എന്തിനാ ഇങ്ങനെ? അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ഏങ്ങലടിക്കിടയിലും തന്നോട് വാക്കുകൾ കൂട്ടിപ്പെറുക്കി ചുണ്ടുകൾ കൂർപ്പിച്ച് പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. നീ എൻ്റെ കൊച്ചല്ലേടി, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? എൻ്റെ മോളാ നീ, ഇച്ചായൻ്റെ മാത്രം കൊച്ച്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ കണ്ണടച്ചുകൊണ്ട് അത് സ്വീകരിച്ചു. അവൻ തിരികെ അവളെ വീട്ടിലിറക്കി ഹാള് തുറന്ന് അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ റൂമിലേക്ക് കയറിയതും അവൻ ഡോറടച്ചിട്ട് ഫോൺ എടുത്തു. ആരെയോ വിളിച്ചിട്ട് ചെവിയിലേക്ക് വെച്ചു. തിരികെ കൊണ്ടാക്കിയിട്ടുണ്ട്, വാതിലടച്ചോ പറഞ്ഞിട്ട് അവൻ വണ്ടിയും എടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി. റൂമിൽ ചെന്ന പൊന്നു ധാവണി മാറ്റി പഴയ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. റിച്ചിയുടെ കൂടെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവൾക്ക് നാണം വന്നു. അവൾ തലയിണയിലേക്ക് മുഖം പൊഴ്ത്തി എപ്പോഴും മയങ്ങിപ്പോയിരുന്നു.